എന്നെ മനുഷ്യ ഒരുമാതിരി കുന്തം മെഴുകിയ മാതിരി ഇരിക്കുന്നേ? പെണ്ണ് കാണാൻ പോയതിന്റെ വിശേഷം ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? ഭാര്യമാർ ചോദിച്ചാൽ ഉടൻ വിശേഷങ്ങൾ വിളമ്പുന്ന ഭർത്താക്കന്മാര് തെങ്കോന്നുമ്പാനായിരിക്കും. അല്ലേടാ തൊമ്മി? റോസ്മേരി ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ തെണ്ടി അവളെ കൊണ്ടുപോകും. ഈശ്വര, തൊമ്മിയായിട്ടുള്ള ആലോചന മുടങ്ങിപ്പോണേ. കർത്താവേ, ഈ കല്യാണാലോചന കലങ്ങിയില്ലെങ്കിൽ എന്റെയും ആശയുടെയും കാര്യം പോക്ക. ഇത് പൊളിക്കാനുള്ള നല്ല വഴി. നാളെ തന്നെ അമ്മച്ചയും കൂട്ടി നീ ആ പെണ്ണിന്റെ വീട് വരെ പോണം. എനിക്കിപ്പോ കല്യാണം വേണ്ട അപ്പച്ച. അതന്നെ നീ സെമിനാരി ചേരാൻ പോകും. ഇവനൊക്കെ സെമിനാരി ചേർന്നാ സെമിനാരി അന്ന് എന്നെ പൂട്ടും. അത് ഒരു കൊല്ലം കൂടി കഴിഞ്ഞ മതി എനിക്ക്. ഒരു കൊല്ലം വരെ വെച്ച് നീട്ടുന്നേ? അപ്പച്ച അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കുന്നത്? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഒരുപാട് പ്രാവശ്യം ഉള്ളത്. എടാ തൊമ്മി, ഇതുപോലൊരു നല്ല പെണ്ണിനെ നിന്റെ ജീവിതത്തിൽ ഇനി കിട്ടാൻ പോകുന്നില്ല. നീ കണ്ടതല്ലേടാ? പറഞ്ഞു കൊടുക്ക്. അത് പിന്നെ അത്ര വലിയ സുന്ദരിയൊന്നും ഇല്ലെങ്കിലും തീരെ വിരൂപയൊന്നുമല്ല. പിന്നെ ഒരു കാലം ചെറിയ മുടന്നുണ്ട്, പക്ഷെ അത് ഫീൽ ചെയ്യില്ല. എന്റെ കർത്താവ്യം മുടന്നുണ്ടോ? ചെറുതായിട്ട്. നീ ഏത് കണ്ണുകൊണ്ടാണ് കണ്ടത്? ആ പെങ്കൊച്ച് പുലിയെ പോലെ തുള്ളിച്ചാടി പറഞ്ഞ് ഞാൻ കണ്ടതല്ലേ? അപ്പൊ 4 കാലുണ്ടോ? പിന്നെ ആ പെണ്ണിന്റെ സംസാരം കേട്ടാ നമുക്ക് ചിരി വരും. ഈ വിക്കുള്ളവർക്ക് എങ്ങനെ ഇത്ര സ്പീഡിൽ സംസാരിക്കാൻ പറ്റുന്നത്? അയ്യോ, വിക്കുണ്ടോ? ഇനി തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് ആർക്കറിയാം. ഇരുന്നിരുന്ന അപ്പച്ച എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണുകൊള്ളാം. എടാ ഉണ്ണി, ഇതൊക്കെ തമാശക്ക് പറയുന്നതാ. നല്ല പെങ്കൊച്ച. ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ച് എല്ലാം ഒത്തുവരികയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നടത്താം.